സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ചൈനയിൽ ഇറങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ വേറെ കുറേ രാജ്യങ്ങളിലും ഇറങ്ങിയിട്ടുള്ളതുമായ വേൾഡ് നമ്പർ 1 ഗെയിമിംഗ് ഫോൺ ആയിട്ടുള്ള റെഡ് മാജിക് 11 Pro എന്ന ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കണ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 6.85 ഇഞ്ചിൻ്റെ 144 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. 90.7 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ IPX8 റേറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഡസ്റ്റ് റെസിസ്റ്റൻസി അവർ കൊടുക്കുന്നില്ല, ഓൺലി വാട്ടർ റെസിസ്റ്റൻസി. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ ഗ്ലാസ് ബിൽഡാണ് വരുന്നത്. പിക്സൽ പെർ ഇഞ്ച് നോക്കുകയാണെങ്കിൽ 431 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ പ്രൊസസർ തന്നെയാണ്. അതുപോലെ തന്നെ Adreno 840 GPUവും ഇതിൽ വന്നിരിക്കുന്നത്. റെഡ് മാജിക്കിന്റെ തന്നെ OS ആണ് ഇവിടെ വന്നിരിക്കുന്നത്. Android 16 ബേസ്ഡ് റെഡ് മാജിക് 11 OS എന്നാണ് ഇവരിതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഒക്ടാകോർ പ്രൊസസർ ആണ്. 4.6 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. റാം ആൻഡ് സ്റ്റോറേജ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് UFS 4.1 Pro എന്ന് പറഞ്ഞ സ്റ്റോറേജ് ആണ്. LPDDR5X റാമും 12GB 256GB തുടങ്ങിയ വേരിയൻസ് ആണ്, അവിടുന്ന് തുടങ്ങിയ വേരിയൻസ് ആണ് ഇതിൽ വരുന്നത്. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 7500 mAh ഒരു വലിയ ബാറ്ററിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 80 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ആണുള്ളത്. റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ നമ്മുടെ ലിക്വിഡ് കൂളിംഗ് സംവിധാനം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ് കൂളിംഗ് നമ്മുടെ PC-യിലും കാര്യങ്ങളൊക്കെ വരുന്ന ലിക്വിഡ് കൂളിംഗ് നിങ്ങൾ ഈ ഫോണിലൊന്ന് ആലോചിച്ച് നോക്കുക. ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി പറയും, ഇന്ത്യയിലുള്ള ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ അതൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലിക്വിഡ് കൂളിംഗ് ഇതിൽ കിട്ടുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സൽ ഒരു വൈഡ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് f2.2 എന്നൊരു ഇതിലും, അതുപോലെ തന്നെ 2 മെഗാപിക്സൽ ഒരു മാക്രോ സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. കൂടാതെ ഇതിലൊരു LED ഫ്ലാഷ് ഉണ്ട്. 8K at 30 FPS നിങ്ങൾക്ക് ഇതിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഒരു ഗെയിമിംഗ് ഫോണായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ നല്ലൊരു ക്ലാരിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും 8K തന്നെ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത് 16 മെഗാപിക്സൽ ഒരു സെൻസറാണ്. f2.0 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. 1080p at 60 FPS നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കണക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 5G ഉണ്ട്. അണ്ടർ ഡിസ്പ്ലേ 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. USB Type-C 3.2 Gen 2 ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ NFC അവൈലബിൾ ആണ്. സ്റ്റീരിയോ സ്പീക്കറും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.5mm ജാക്ക് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങണ ഒറ്റ ഫോണിൽ ഈ സാധനം കാണാനില്ല 3.5mm ജാക്ക്. സോ ഇത് ഇതിന് കൊടുത്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ ലോ ലേറ്റൻസിയിൽ എന്ന് വെച്ചാൽ നമ്മൾ കളിക്കുമ്പോൾ അപ്പം തന്നെ ഇത് ഇയർ ഫോണിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കൊടുക്കില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ US-ൽ വന്നിരിക്കുന്ന പ്രൈസ് 12GB 256GB വേരിയൻറ്റിന് $800 ആണ് കൊടുത്തിരിക്കുന്നത്. $800 ഇവർ കൊടുക്കുന്നത്. സോ $800 എന്ന് പറയുമ്പോൾ എത്ര രൂപ വരുമാവോ? ഞാൻ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.